ബേപ്പൂർ പോർട്ട് 47-ാം ഡിവിഷൻ ആമക്കോട്ട് വയൽ റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് സ്വസ്ഥമായി അവരുടെ വീട്ടിലേക്ക് കടന്നു പോകുവാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കലാണ്. ആ അന്തരീക്ഷമാണ് പൊതുജനാരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് കോർപ്പറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പഞ്ചായത്തായപ്പോ കിട്ടിയ സൗകര്യങ്ങൾ പോലും ഈ ബേപ്പൂരിലെ പഴയ പഞ്ചായത്ത് പ്രദേശത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഞ്ചായത്ത് ഉണ്ടായിരുന്ന കാലത്ത് വാർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന നിരവധികളായ വികസനങ്ങൾ, ആ വികസനത്തെ തുടർന്ന് ഇതുപോലെയുള്ള ദുരിതം അക്കാലത്ത് ഈ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പഞ്ചായത്ത് തങ്ങൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ അധികാരത്തിൽ കിട്ടുന്നതിന് വേണ്ടി മാത്രം ഒരു കുൽസിത ശ്രമത്തിലൂടെ ചെറുവണ്ണൂർ പഞ്ചായത്തും അന്നത്തെ ബേപ്പൂർ പഞ്ചായത്തും കോഴിക്കോട് കോർപ്പറേഷനാക്കിയപ്പോ, പഞ്ചായത്താക്കിയപ്പോ ഈ പ്രദേശത്തുകാരെ ആളുകളുടെ നികുതി വർദ്ധിച്ചു, ഈ പ്രദേശത്തുള്ള ആളുകളുടെ മറ്റ് ചെലവുകൾ വർദ്ധിച്ചു എന്നല്ലാതെ അതിന് ആനുപാതികമായ യാതൊരു തരത്തിലുള്ള വികസനവും കൂടി ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഞാനിവിടെ കടന്നു വരുന്നത് നമ്മുടെ കോഴിക്കോട് നേരത്തെ പഞ്ചായത്ത് സ്റ്റേഡിയമായിരുന്ന സ്റ്റേഡിയത്തിനടുത്തു കൂടിയാണ്. ആ സ്റ്റേഡിയത്തിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോ ആ സ്റ്റേഡിയം ചളി പിളിയായി കിടക്കുകയാണ്. ഇത് ഒന്നും രണ്ടുമല്ല പക്ഷമല്ല, ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ ഏറ്റെടുത്ത അന്ന് മുതൽ ഈ ദുരിതമാണ്. അത് നേരെ എതിർപക്ഷത്ത് കോഴിക്കോട് കോർപ്പറേഷന്റെ നേരത്തെ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ആള്, നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിറ്റി ആളാണ്. ആ കമ്മ്യൂണിറ്റി ആൾ ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് പിന്നിലുമൊക്കെയായി പുതിയ സ്വകാര്യ കമ്മ്യൂണിറ്റി ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. വാർഡ് പ്രസിഡന്റ് T രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ, DCC എക്സിക്യൂട്ടീവ് അംഗം TK അബ്ദുൽ ഗഫൂർ, മണ്ഡലം പ്രസിഡന്റ് M ഷെറി, KC ബാബു, KK സുരേഷ്, സുരേഷ് അരിക്കനാട്ട്, മുരളി ബേപ്പൂർ, കനകരാജ്, ഹാരിസ്, കാർത്തികേയൻ അന്നങ്ങാട്ട്, ആഷിഖ്, രജനി, അനീസ് റഹ്മാൻ, റാണേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു.